ഇസ്രായേൽ പല മേഖലകളിലും റോക്കറ്റ് ആക്രമണത്തിൻ്റെ മുന്നറിയിപ്പ് നൽകുന്ന സൈറണുകൾ മുഴക്കുന്നതായിട്ടാണ് ഏറ്റവും പുതിയ വിവരം പുറത്തുവരുന്നത്. അപ്പർ ഗലിയിലെയും കിരിയാത്ത് ഷമോണയിലുമൊക്കെയാണ്, അതിന് ചുറ്റുമുള്ള പട്ടണങ്ങളിലുമൊക്കെയാണ് ഈ റോക്കറ്റിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള റോക്കറ്റ് ആക്രമണത്തിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് സൈറൺ മുഴങ്ങുന്നത്. അമീർ, ഖനാം, മാർഗലിയേറ്റ്, സെഡേ നെഹീമിയ, കഫാർബം തുടങ്ങിയ നഗരങ്ങളിൽ ഉൾപ്പെടെയാണ് ഈ സൈറൺ മുഴങ്ങുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. ആ ചർച്ചയ്ക്ക് മുൻപ് തന്നെ, ഇല്ലെങ്കിൽ ആ ചർച്ച നടക്കുന്ന ആ സമയങ്ങൾ നോക്കി തന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന്, ലെബനിൽ നിന്ന് പലയിടത്തു നിന്നുമുള്ള ഒരു ഡ്രോൺ ആക്രമണ ഭീഷണി ഉണ്ടായിരുന്നു. 5 റോക്കറ്റുകൾ തൊടുത്തുവിട്ടിരുന്നു ലെബനിൽ നിന്ന് ഈ ഹിസ്ബുള്ളയുടെ ഭീകര സംഘങ്ങൾ. ഏതായാലും ഇപ്പോൾ വ്യാപകമായി തന്നെ ഒരുപാട് നഗരങ്ങളിൽ ഈ അപകട സൈറൺ, പ്രത്യേകിച്ച് ഈ റോക്കറ്റ് വരുന്നതിൻ്റെ മുന്നറിയിപ്പ് നൽകുന്ന അലാറം മുഴങ്ങുന്നതായിട്ടാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഏതായാലും പ്രദേശം, അതായത് പശ്ചിമേഷ്യയിൽ ഈ ഇസ്രായേലുമായിട്ടുള്ള ഒരു സംഘർഷം ഒരു വലിയ രീതിയിലുള്ള യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നൊരു വലിയ ആശങ്കയുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പല തരത്തിലുള്ള അനുരഞ്ജന ശ്രമങ്ങളും മറ്റും നടന്നിരുന്നു. യുദ്ധമുണ്ടാകില്ല എന്ന ഒരു നേരിയ ആശ്വാസം പകരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഖമേനിയും ഒപ്പം തന്നെ ഇസ്രായേലുമൊക്കെ തന്നെ തങ്ങൾ തിരിച്ചടിക്കുമെന്നും അടിച്ചാൽ വലിയ പ്രത്യാക്രമണമായിരിക്കും ഉണ്ടാവുമെന്നൊക്കെയുള്ള പോർവിളികൾ നടത്തിയത്. അതിനിടയിലാണ് ഹിസ്ബുള്ള, ഹമാസിനെയും പോലുള്ളവരൊക്കെ വീണ്ടും അക്രമത്തിനായി ഒരുങ്ങുന്നത്. ഹമാസ് ഈ ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നതുമൊക്കെ എല്ലാവരും സംശയത്തോടാണ് കാണുന്നത്. ഏതായാലും ഇപ്പോൾ ഇസ്രായേൽ കുറച്ചുകൂടി കൂടുതൽ കരുതലിലേക്ക് നീങ്ങുന്നു. ഇസ്രായേൽ ഏതായാലും അവരുടെ ആ ഒരു പ്രദേശങ്ങളിലുള്ളത് ഈ ഹിസ്ബുള്ളയുടെ ആക്രമണം വരാൻ, അല്ലെങ്കിൽ റോക്കറ്റ് വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലാണ് ഇപ്പോൾ സൈറൺ മുഴങ്ങുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ആ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് ആ സമയം സൈറൺ മുഴങ്ങുന്നത്, അതിനുശേഷം 1 മണിക്കൂറിന് ശേഷം റോക്കറ്റ് ആക്രമണം ഉണ്ടാകുന്നതും നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് സമാനമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളതെന്നാണ് പുറത്തു വരുന്ന വിവരം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.